ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാതൃകാ ചോദ്യപേപ്പറാണ് മലയാളത്തിൻ്റെ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകുന്തോറും വീതിയും ആഴവും കൂടി അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ! തടസ്സം നിന്ന കല്ലുകളും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നുപോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. അപ്പോൾ ആരാണ് ഇത് പറയുന്നത്? പുഴയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം, എവിടെയാണ് പുഴ ജനിച്ചത്? കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. എവിടെയാണ്? മലമുകളിൽ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏത്? നീര്. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? ചെറിയ നീർച്ചാലുപോലെ. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് ആര്? പാറ. പ്രവർത്തനം 2. വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതിച്ചേർക്കൂ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. ഇനി ബാക്കിയുള്ള വരികൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമുക്ക് എഴുതാം. മാമ്പഴം തിന്നുവാൻ തത്തകൾ വന്നോ, പാട്ടുകൾ പാടുവാൻ കുയിലുകൾ വന്നോ. പ്രവർത്തനം 3. സംഭാഷണം എഴുതാം. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? വെള്ളരിപ്രാവ്: നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ? കുഞ്ഞരിപ്രാവ്: അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കണം. കുഞ്ഞരിപ്രാവ്: അതെ, ഞാൻ കാട്ടിലെ ഉത്സവം കണ്ട് വരികയാണ്. വളരെ രസമായിരുന്നു. വെള്ളരിപ്രാവ്: ആഹാ, എന്തൊക്കെയായിരുന്നു അവിടെ വിശേഷങ്ങൾ? കുഞ്ഞരിപ്രാവ്: അത്തിമരക്കാടുകളിൽ നല്ല കൂട്ടുകാരെല്ലാം വന്നിരുന്നു. മയിലുകൾ പീലി വിരിച്ചാടുന്നുണ്ടായിരുന്നു. വെള്ളരിപ്രാവ്: കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അടുത്ത തവണ പോകുമ്പോൾ എന്നെ കൂടി കൂട്ടണേ. കുഞ്ഞരിപ്രാവ്: തീർച്ചയായും കൂട്ടാം, നമുക്ക് ഒരുമിച്ച് പോകാം. പ്രവർത്തനം 4. വായിക്കാം വരയ്ക്കാം കടങ്കഥ. അമ്പിളി തെളിയും നേരത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. കവിത വായിക്കൂ. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? എഴുതി നോക്കൂ. മാനത്തുള്ളവ അമ്പിളി, അതുപോലെ താഴത്തുള്ളവ ആമ്പൽ. ബാക്കിയുള്ളത് എഴുതാം. മാനത്തുള്ളവ അമ്പിളി പറഞ്ഞു അല്ലേ? ഇനി സൂര്യൻ, മഴവില്ല്. താഴത്തുള്ളവ ആമ്പൽ, സൂര്യകാന്തികൾ, മയിലും. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. നിറം നൽകൂ. കടങ്കഥ. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയിൽ കണ്ടില്ലേ? മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. കിഴക്കു കാണാം കാലത്ത്, തലയ്ക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകീട്ട്, ശരിക്കു പറയൂ ഞാനാര്? സൂര്യൻ. കരയില്ലാ കടലിലെ കൊച്ചുതോണി, തുഴയില്ലാതോടുന്ന കൊച്ചുതോണി, ചന്ദ്രൻ. മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ. ആകാശപ്പൊയ്കയിൽ 1000 മുത്തുകൾ, ആരും കോർക്കാത്ത വെള്ളിമുത്തുകൾ. എന്താണത്? നക്ഷത്രങ്ങൾ. ഒന്നുകൂടി പറയാം. അമ്മ വിതറും, വാരിയെടുക്കാൻ കഴിയില്ല, പകലൊളിക്കും, രാത്രിയിൽ തിളങ്ങും. എന്താണത്? നക്ഷത്രം. പ്രവർത്തനം 5. അനുഭവ വിവരണം. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം അല്ലെങ്കിൽ സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിനാനുഭവം വിവരണമായി എഴുതൂ.
എൻ്റെ ആദ്യ സ്കൂൾ ദിനം. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറന്ന ദിവസം വലിയ ആവേശത്തോടെയാണ് ഞാൻ പോയത്. സ്കൂൾ കവാടത്തിൽ അധ്യാപകർ പൂക്കൾ നൽകി ഞങ്ങളെ സ്വീകരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഘോഷയാത്രയും കലാപരിപാടികളും മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ വീണ്ടും കണ്ടപ്പോൾ ഞങ്ങൾ അവധിക്കാല വിശേഷങ്ങൾ പങ്കുവച്ചു. ബലൂണുകളും കളർ പേപ്പറുകളും കൊണ്ട് അലങ്കരിച്ച ക്ലാസ് മുറികളാണ് സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറിക്കുറിപ്പായി എഴുതും. ജൂൺ 1 ബുധൻ. ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്. പുതിയ ബാഗുമായി ഞാൻ സ്കൂളിലേക്ക് പോയി. അധ്യാപകർ പൂക്കൾ തന്നാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ബലൂണുകൾ കൊണ്ട് സ്കൂൾ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ വീണ്ടും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ അവധിക്കാല വിശേഷങ്ങൾ പങ്കുവച്ചു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുനലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗം കളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിനു ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. കത്ത് വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതൂ. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? തിരുവാതിര. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തിരുവാതിര വേഷം. തിരുവാതിരക്കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭംഗിയുള്ള വേഷം, ഇമ്പമാർന്ന പാട്ട്, കൂട്ടം ചേർന്ന കളി. അപ്പോൾ നാലാമത്തേതാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇവയെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അടുത്തത്, ക്ലബിൻ്റെ വാർഷികാഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? തിരുവാതിര കളിക്കണം. നിയമാവലി തയ്യാറാക്കാം. പഴമെറിയൽ മത്സരം. നിയമാവലി. ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയി. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിൻ്റെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. കളിയുടെ പേര്, അതുപോലെ തന്നെ നിയമാവലി. അപ്പോൾ നമുക്ക് എഴുതാം. കളിയുടെ പേര് കണ്ണാരം പൊത്തിക്കളി. നിയമാവലി: ഒരാൾ കണ്ണുപൂട്ടി ഒരു മരത്തിലോ ചുവരിലോ ചാരി നിൽക്കണം. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും വേഗത്തിൽ പോയി ഒളിക്കണം. കണ്ണുപൂട്ടിയ ആൾ 1 മുതൽ 50 വരെ എണ്ണിയ ശേഷം ഒളിച്ചവരെ തിരയണം. ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തുമ്പോൾ അവരുടെ പേര് വിളിച്ച് തുടങ്ങിയ സ്ഥലത്ത് വന്ന് തൊടണം. കണ്ണുപൂട്ടിയ ആൾ കാണുന്നതിന് മുമ്പ് ഒളിച്ചവർ ഓടി വന്ന് ആ സ്ഥലം തൊട്ടാൽ അവർ ജയിക്കും. ആദ്യം ഔട്ടാകുന്ന കുട്ടി അടുത്ത തവണ കണ്ണുപൊത്തി നിൽക്കണം. ഡയറി എഴുതാം. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതൂ. തീയതി 12/8/2026 ബുധൻ. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ ഇന്ന് ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. രാവിലെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കി തന്നു. ഞാനത് സ്കൂളിൽ കൊണ്ടുപോയി. പായസം കുടിച്ച കൂട്ടുകാർക്കും ടീച്ചർമാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഭക്ഷ്യമേളയിലെ മറ്റ് സ്റ്റാളുകളിലെ കാഴ്ചകളും വിഭവങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഇങ്ങനെയൊരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി.
നാളെയും ഇതുപോലെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ക്രമത്തിലെഴുതാം. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വയ്ക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡുകളിലേക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതും. അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ കുമ്പളം, ചീര, തക്കാളി, മത്തൻ, വഴുതന, വെണ്ട. പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏതാണ്? കുമ്പളം. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. പച്ചത്തൊപ്പി വെച്ച കൊച്ചു പെൺകുട്ടിക്ക് ഉടലാകെ വിത്തുകൾ. ഉത്തരം വെണ്ടയ്ക്ക. ഒന്നുകൂടി നോക്കാം. മണ്ണിൽ കിടക്കും കരിമ്പാറ, തൊട്ടാൽ ചൊറിയും കൈപ്പത്തി. ഉത്തരം ചേന. തറയിലൂടെ പാഞ്ഞുപോകും വള്ളി, അതിൽ തൂങ്ങിക്കിടക്കും വലിയൊരു കുടം. ഉത്തരം മത്തങ്ങ. കണ്ടെത്താം, എഴുതാം. ഓണമെത്തി. വീടൊരുക്കണം, പൂക്കളമിടണം, സദ്യ ഉണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് ശ്രദ്ധിച്ചില്ലേ? അതിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതൂ. ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. 2. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ. കൂട്ടുകാരൻ്റെ തമാശ കേട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം പൊട്ടി പൊട്ടി ചിരിച്ചു. മാതാവ് എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? അമ്മ. വായിക്കാം, വരയ്ക്കാം. മേലെ കുന്നിൻ താഴത്ത് നല്ലൊരു പുഞ്ചവയലുണ്ടേ, പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ, കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ, കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ, പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? എഴുതി നോക്കൂ. പുഞ്ചവയൽ, പിന്നെ സ്വർണ്ണക്കതിര്, വർണ്ണക്കിളികൾ, കളകളമൊഴുകും പുഴ, പൊടിമീനുകൾ, ചെറുവീടുകൾ. കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ.